ഹലോ, അസ്സലാമു അലൈക്കും. ഒരുപാട് നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നേ. അപ്പോൾ വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ അകമ്പുറം മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ചീത്തവശത്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചുളിവുകളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് തന്നെ വിരിച്ചിടുക. എന്നിട്ട് പിന്നെ ഞാനിപ്പോൾ അളവിനായിട്ട് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. എന്താ പറയുക, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ അളവെടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാനൊന്നും അറിയില്ല എന്നുള്ളൊരു ഇതേപോലെ പിന്നെ എന്താ പറയുക, അങ്ങനെ വിരിച്ചിട്ടിട്ട് ഒരളവിനായിട്ട് കറക്റ്റായിട്ടുള്ള ഒരളവിനായിട്ട് എടുത്തിട്ട് വിരിച്ചിട്ടിട്ട് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അളവിനായിട്ട് നമ്മൾ കറക്റ്റാണ്, നമ്മുടെ മെഷർമെൻറ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. ഒരു മീഡിയം സൈസിലുള്ള നൈറ്റിയാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 8-8.5 ഇഞ്ചോളം ഷോൾഡർ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിൽ എനിക്ക് അത്ര തന്നെ വേണ്ട കേട്ടോ. ഞാനൊരു 7-7.5 ഇഞ്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ടേപ്പിൽ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 7 ഇഞ്ചിൽ. അപ്പോൾ സാധാരണ എങ്ങനെയാണിപ്പോൾ എന്താ പറയുക, അളവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ വെച്ചിട്ട് ആം ഹോളിൻ്റെ അവിടെയും ഒക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള ഒരു പണിയാണ്. പിന്നെ ഇത് ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത് നമ്മുടെ നൈറ്റി വെച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ അതല്ലാതെ അതിലെന്തെങ്കിലും ആ അളവ് നൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുള്ളവർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ആം ഹോളിൻ്റെ അവിടെ വരച്ചു കൊടുക്കുക. അതുപോലെ ഞാൻ ആം ഹോൾ ഞാനൊരു 9.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഷോൾഡർ, അതേ അളവ് തന്നെ താഴെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. പിന്നെ അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് അളവിനായിട്ട് കറക്റ്റാണ് എന്നുള്ളവർ ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അളവ് നൈറ്റീൻ്റെ അതേ അളവിന് ഞാൻ എങ്ങനെയാണോ വെച്ചിട്ടുള്ളത് ആ അളവ് അതേപോലെ തന്നെ നൈറ്റിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ആ ഒരു വീതിയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആം ഹോൾ വരുന്നത് ഇങ്ങനെ ആദ്യം വരച്ചിട്ടുണ്ടല്ലോ, നല്ല കുഴിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ആം ഹോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആം ഹോൾ ഞാൻ ആദ്യം നൈറ്റിയുടെ ആം ഹോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തു കൂടി തന്നെ അതേപോലെ തന്നെ അതിലൊരു മാറ്റവും വരുത്താതെ അതിലൂടെ മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അത് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് താഴോട്ടുള്ളത് ഞാൻ വരച്ചത് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് നൈറ്റി എനിക്ക് വേണ്ടത്. അളവ് നൈറ്റി ആ ഒരു അളവിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അളവ് അതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സൈഡിലുള്ള പീസ്, ഈ ബാലൻസ് വരുന്ന പീസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് സ്ലീവിനൊക്കെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഏതെങ്കിലും മനസ്സിലാത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒന്നുകൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ കയറി വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്ലീവ് മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റിക്ക് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അത്ര തന്നെ പെർഫെക്ഷൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ അത്ര എന്താ പറയുക, അറിയില്ല എന്നുള്ള ആ ഒരു മൈൻഡ് വേണ്ട. ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഒരു ഭാഗത്തുനിന്ന് ഇപ്പോൾ ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതല്ല 3/4 സ്ലീവൊക്കെ വേണമെന്നുള്ളവർ പിന്നെ ഈ ഒരു 4 പീസ് നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടുമല്ലോ, അതിൽ നിന്നാണ് നമ്മൾ സ്ലീവിന് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നെക്കിൻ്റെ അവിടെ ഒരു പീസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്,
ആ ഒരു പീസും നമുക്കിതുപോലെ ആ സൈഡിലുള്ള കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്ക് പീസിൽ ബാക്ക് നെക്കാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3 ഇഞ്ച് തന്നെ നെക്ക് ലെങ്ത്തും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കർവാക്കി വരച്ചു കൊടുക്കാം. ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാനൊരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, യൂനെക്കായിട്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അത് വെച്ചിട്ട് യൂനെക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ 3 ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൽ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ 12 ഇഞ്ച് നീളത്തിലും ഇതുപോലെ 2 മടക്കാക്കി വെച്ചിട്ട് ഒരു 5 ഇഞ്ച് വീതി വരുന്ന, അതായത് ഒരു 10 ഇഞ്ച് വീതി വരുന്ന ഒരു ക്യാൻവാസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലും ഇതുപോലെ 3 ഇഞ്ചിൽ നെക്ക് വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഒരു 6 ഇഞ്ചിൽ, 6 ഇഞ്ചാണ് നോർമൽ നെക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിലും കൂടുതൽ വേണമെന്നുള്ളവർ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരച്ചതിന് ശേഷം ഞാൻ നമ്മൾ ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മേലോട്ട് കയറ്റി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നെക്കിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ സൈഡിലോ ആ നെക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു വീതി 2 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതേപോലെ ഞാൻ മറന്നുപോയി, ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഉള്ളിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരു എന്താ പറയുക, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ലാതെ കുറച്ചൊരു ചെരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ഇഞ്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഭാഗമൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ താഴെ നിന്ന് ഒരു 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മെയിൻ കഴുത്ത് നമ്മൾ വരച്ചു കൊടുത്തില്ലേ, അതേപോലെ തന്നെ താഴെ ഭാഗവും ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടല്ല എടുത്തുള്ളത്, കുറച്ചൊരു ചെരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്. ഈ മേലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് പോലെ തന്നെ ഈ താഴെ ഭാഗത്തും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇത് ഞാൻ കറക്റ്റ് അളവിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പ് വിടുന്നത് എക്സ്ട്രാ നമ്മളിത് തുണിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു തുണിയിൽ മാത്രമാണ് ഞാൻ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഞാൻ വിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ കറക്റ്റ് അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആ ഒരു സൈഡിലുള്ളത് ഇതുപോലെ തന്നെ എന്താ പറയുക, മറ്റേ സൈഡിലോട്ടും കൂടെ ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും മേലെ ഭാഗം കട്ട് ചെയ്തെടുക്കാറുണ്ട്, നെക്കിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല, എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാതെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ ഞാനിതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും പോയാൽ ആ ഒരു പീസ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗം കൂടെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നെക്കിൻ്റെ ഫ്രണ്ടിലുള്ള ആ പീസ് ഉണ്ടല്ലോ, ഈ ക്യാൻവാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 പീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ 2 പീസ് ഞാൻ എടുത്തിട്ട് സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരളവിലാണ് നമുക്ക് അടിയിലുള്ള തുണി വേണ്ടത്. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, വണ്ണം കുറച്ച് കൂടുതലുള്ള ആളായതുകൊണ്ട് തന്നെ സൈഡിലുള്ള പീസ് കുറവാണ് കേട്ടോ, തുണി തികയുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പീസ് തന്നെ എന്താ പറയുക, ഇതിൽ തന്നെ ചെറിയൊരു പീസും കൂടെ എടുത്തിട്ട് ഞാൻ സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വണ്ണം കൂടുതലുള്ള ആളായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സൈഡിൽ നിന്ന് തുണി കിട്ടാത്തത്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു നൈറ്റിക്ക് വേണ്ടത് നെക്കിന് വേണ്ട പീസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പീസില്ലേ, നമ്മൾ സ്ലീവിനൊക്കെ ബാക്കിയുള്ള പീസിനാണ് കേട്ടോ നമ്മൾ സ്ലീവിന് അങ്ങനെ 3/4 സ്ലീവൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ബാക്കിയുള്ള പീസിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രത്തോളം നമുക്ക് എന്താ പറയുക തുണി ആവശ്യമുണ്ട് കേട്ടോ ഈ സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട്
ഞാൻ ആ തുണിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടാണ് ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റാക്കി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള ബാലൻസ് പീസെല്ലാം എന്താ പറയുക സ്ലീവിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ നെക്കിൻ്റെ ഈ പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ സെൻറ്റർ ഭാഗത്തുള്ള ആദ്യം നമ്മളെടുത്ത വലിയ പീസ് ഉണ്ടല്ലോ, അത് സെൻറ്റർ ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നീറ്റായിട്ട് ഒരേപോലെ വെച്ചിട്ട് സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിങ്ങൾക്ക് പതിച്ചടിക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ക്യാൻവാസ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ സൈഡിലൊക്കെ തുണി കുറച്ചുകൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തുണി തികയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു 2 പീസും കൂടെ, അത് നമ്മൾ ഈ ക്ലോത്തിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡിലും തുണി കുറവാണ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 3/20-ഒക്കെ തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട്, ഇപ്പോൾ മീഡിയം സൈസുള്ള നൈറ്റി സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കയ്യിനും നെക്കിനൊക്കെ വേണ്ട പീസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ഹൈറ്റും വണ്ണമൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തുണി പോരാതെ വരും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ കളറ് അതിന് മാച്ചായിട്ടുള്ള നൈറ്റി തുണി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3/4 സ്ലീവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കേണ്ട ഒരാവശ്യവും വരില്ല കേട്ടോ. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി നെക്കിൻ്റെ ഫ്രണ്ട് പീസിൽ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇത് ക്യാൻവാസ് ഉണ്ടല്ലോ, അത് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് അയൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഷ്ടിച്ച് എന്താ പറയുക, തയ്യൽ തുമ്പൊക്കെ കുറവാണ്. ഞാൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ക്യാൻവാസ് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ. ക്യാൻവാസിൻ്റെ ഒരു മിനുസുള്ള ഭാഗം ഉണ്ടാവും, അതാണ് പശ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം തുണിയുടെ മേലെ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനെന്താ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് മാത്രം വിട്ടിട്ട് ബാക്കി ബാലൻസ് ഉള്ള തുണി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ തുണിയുടെ, ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് രണ്ടും ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്യല്ല, ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. പറഞ്ഞത് മാറിപ്പോയേ. അപ്പോൾ രണ്ടും ഒരേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തയ്യൽ തുമ്പ് എക്സ്ട്രാ കുറച്ച് വേണം കേട്ടോ. ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഗ്ലൂ വെച്ചിട്ട് ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ പൈപ്പിങ്ങോ ഒന്നും തന്നെ ഞാൻ വെക്കുന്നില്ല. പൈപ്പിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ കസ്റ്റമർ ഇത് പൈപ്പിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് അങ്ങനെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെക്കാതെ സിമ്പിളായിട്ടാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ പൈപ്പിങ്ങൊക്കെ വെക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഈ ക്ലോത്തിൻ്റെ സൈഡിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂ ഇല്ലാത്തവർ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇത്തിരി ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എന്താ പറയുക, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ എന്താ പറയുക, തുണി മടക്കി വരുമ്പോൾ
ചിലപ്പോൾ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, മെയിൻ ഫാബ്രിക്, അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പീസിൻ്റെ സെൻറ്റർ ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മൊട്ട് സൂചി അങ്ങനെ എന്തെങ്കിലും കുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാകും. അപ്പോൾ അതിങ്ങനെ കുത്തി കൊടുക്കുക മൊട്ട് സൂചി, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ സെൻറ്റർ ഭാഗമൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗമൊക്കെ മാറിപ്പോയിന്ന് വരും. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെയും തുന്നഴിക്കുക, അതൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗവും ഞാൻ പിടിച്ചിട്ട് ഇതുപോലെ 2 മൊട്ട് സൂചി കുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്താൽ അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പിന്നെ ഞാൻ ക്യാൻവാസിൻ്റെ നെക്കിൻ്റെ ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. എനിക്ക് എളുപ്പം ഇങ്ങനെ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ. എല്ലാവരും എന്താ പറയുക, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൊട്ട് സൂചി മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, തുന്നൽ ആ ഒരു കുറച്ചൊരു സ്പേസ് വിടണം, ഒരു 1/4 ഇഞ്ചെങ്കിലും നമ്മൾ വിടണം. അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ എന്താ പറയുക അഴിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഇതുപോലുള്ള കോർണറിലൊക്കെ ഞാൻ ഓരോ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നെക്ക് ഒരു ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല വശത്തേക്ക് ആ ഒരു പീസ് മറിച്ചിട്ടിട്ട് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി അയൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നെക്കെല്ലാം എല്ലാ ഭാഗവും ആ കോർണറും എല്ലാം നല്ല ഫിനിഷിങ്ങിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. അയൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നെക്ക് നമുക്ക് നല്ല ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉള്ളിലെ പീസ് ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ കാണുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നീറ്റായിട്ട് മെല്ലെ സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ പൈപ്പിങ് വെക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ പൈപ്പിങ് വെക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പൈപ്പിങ്ങൊക്കെയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലോട്ടാക്കി വെച്ചിട്ട് ആ ഒരു കറുപ്പ് ഭാഗം കാണാതെ ഇതുപോലെ ഉള്ളിലോട്ട് നല്ലവണ്ണം തള്ളി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ പൈപ്പിംഗ് ഒന്നും വെക്കുന്നില്ല, ഞാൻ ചുമ്മാ അതങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ പറയുക, ഫ്രണ്ടിലൊരു പീസ് വെച്ചിട്ടുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അത് എന്താ പറയുക, കസ്റ്റമർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ പ്ലെയിനായി കിടക്കുമ്പോൾ അവർക്കൊരു എന്തോ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമുക്ക് ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ ഒരു വൈറ്റിൽ എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണല്ലോ, അപ്പോൾ അതേതെങ്കിലും നമുക്ക് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട്, 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക്
കൊടുക്കാം കേട്ടോ. ആ ഒരു സ്റ്റിച്ച് നമുക്ക് അങ്ങനെ എന്താ പറയുക, കൊടുക്കുന്നവരുണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും. നമ്മുടെ റെഡിമെയ്ഡ് നൈറ്റിയിലൊക്കെ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാനിതുപോലെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെക്ക് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പീസ് അവിടെ വെച്ചൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ എന്താ പറയുക, പൈപ്പിങ്ങൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. സെൻറ്റർ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടൺ വെച്ച് കൊടുക്കാം. പിന്നെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻവാസൊക്കെ. ആ ഒരു പീസിൽ നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസെല്ലാം തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ. ഇതുപോലെ വെച്ചിട്ട് വേണം, ഒരു പീസ് നേരെ വെക്കുക, ഒരു പീസ് താഴെ നിന്നും ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര നീളത്തിലുള്ളൊരു ക്രോസ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ഇഞ്ച് അകലവും 3 ഇഞ്ച് തന്നെ ഇറക്കവും എടുത്തിട്ടുണ്ട്. അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാം. എന്നിട്ട് ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവൊന്നും ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കട്ടോ. അടിയത്തെ പീസ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ നോക്കാം. ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് ക്രോസ് പീസ് വേണമെങ്കിൽ ആദ്യം തന്നെ മടക്കി വെച്ചിട്ട് പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ റെഡിമെയ്ഡ് സ്റ്റൈലിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ഷോൾഡർ വെക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് പീസിൽ ബാക്ക് പീസ് ഇതുപോലെ വെച്ചിട്ട് അതിൽ ക്രോസ് പീസ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ മേലെ ബാക്ക് പീസിൽ ക്രോസ് പീസും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ വിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മേലെ എന്താ പറയുക, ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഇതുപോലെ മടക്കി ഒരു പ്രാവശ്യം മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആദ്യം തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുള്ളവർ ആ ഒരു വീഡിയോ കാണുക, അതിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ട് ആ ക്രോസ് പീസ് ഒന്നുകൂടെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിൽ, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് നൈറ്റിയിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാറ്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ പതുക്കെ മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഒട്ടും സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു പീസിൽ സ്റ്റിച്ച് വീഴണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് മെല്ലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവാണ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ സ്ലീവിൽ ഇപ്പോൾ ഹാഫ് സ്ലീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരളവ് തന്നെ മതി കേട്ടോ. ഈ ഒരു പീസ് തന്നെ മതി. അപ്പോൾ എൻ്റെ കസ്റ്റമറിന് എന്താ പറയുക, 3/4 സ്ലീവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതുപോലെ പീസ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സ്ലീവിലും ഒരേ അളവിലുള്ള പീസുകൾ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് അല്ലെങ്കിൽ സ്ലീവ് ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ 2 സ്ലീവിലും ഒരേപോലെ പീസുകൾ കട്ട് ചെയ്ത് വേണം ജോയിൻ ചെയ്തെടുക്കാൻ.
അപ്പോൾ നമ്മൾ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ട് സ്ലീവിനും ഞാൻ ഇതുപോലെ പീസുകൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ നമ്മളിപ്പോൾ നല്ല വശം കൂടെ ചേർത്ത് വെച്ച് അടിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വേണമെങ്കിൽ ഒരു പ്രസ്റ്റിച്ച് കൂടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. ഇത് രണ്ട് സ്ലീവ് ഞാനിതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ അവിടെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെയും ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ സെൻറ്റർ ഭാഗം വരുന്നത്. അപ്പോൾ അവിടെ സ്ലീവ് നമ്മൾ സാധാ ചുരിദാറിനൊക്കെ വെക്കുന്നത് പോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിത് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും തുന്നൽ പൊട്ടിപ്പോവാത്ത വിധത്തിൽ 2 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗത്ത് സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ അടിച്ചു വരെയല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ 2 ഭാഗത്തും എന്താ പറയുക, സെൻറ്റർ ഭാഗത്ത് നിന്നോട്ടാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ഞാൻ സ്ലീവ് 2 ഭാഗത്തും 2 സ്ലീവും ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നതും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മിസ്സായി പോയി. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു അളവിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വീഡിയോസ്, എൻ്റെ കുറച്ച് ക്ലിപ്സ് എൻ്റെ ഇത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അടിഭാഗം നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിഭാഗം കൂടെ മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്താ പറയുക, ഇതിലും ഇനിയും വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് കേട്ടോ. താങ്ക് യു.